ജീവിതലാളിത്യത്തെ സ്നേഹിച്ച ചെറുപുഷ്പം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വയം സമർപ്പിച്ചു. സ്നേഹത്താൽ പ്രചോദിതമായി എല്ലാം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നിയമമെന്ന് അവൾ മനസ്സിലാക്കി. സ്നേഹം കൊണ്ട് സ്നേഹത്താൽ മരിക്കുക എന്നത് ആദർശമായി സ്വീകരിച്ച അവൾ ദൈവത്തിന് സ്നേഹമല്ലാതെ മറ്റൊന്നും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. നിന്റെ പാതയിൽ പൂക്കൾ വിതറുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെയില്ല. ഒരു നോട്ടം, ഒരു വാക്ക്, ഇങ്ങനെ ചെറിയ പുണ്യപ്രവൃത്തികൾ പോലും നഷ്ടപ്പെടാതെ നിസ്സാര കാര്യങ്ങൾ പോലും സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് ഫലം കൊയ്തു. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിൻ്റെ നിയോഗവും വിളിയുമനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. തൻ്റെ ദൈവവിളിയോട് കൊച്ചുത്രേസ്യ ഓരോ നിമിഷവും വിശ്വസ്തത പാലിച്ചു. ഓരോ പ്രവൃത്തിയും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ ശ്രമിച്ചു. ചെറുതും വലുതുമായ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, സ്നേഹത്തിൻ്റെ മാർഗം എത്രയോ മാധുര്യമുള്ളത്. നല്ല ദൈവത്തിൻ്റെ തിരുമനസ്സിനെ ഏറ്റവും സമ്പൂർണമായ ആത്മാർപ്പണം ചെയ്ത് അത് നിരന്തരം നിറവേറ്റുവാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.